മലപ്പുറത്ത് കീഴ്ശ്ശേരിയിൽ ആശുപത്രി മുറിയിൽ മോഷ്ടിക്കാൻ പറ്റിയ സ്ഥലം. കിടത്തി ചികിത്സ തേടിയ രോഗിയുടെ പണവുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞു. രോഗിയും കൂടെയുള്ളയാളും പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം. 1-2 അല്ല കേട്ടോ, 50,000 രൂപയോളമാണ് മോഷണം പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ആശുപത്രിയുടെ CCTV-യിൽ പതിഞ്ഞു. നമുക്ക് കാളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. നോക്കാം. 1 മണിക്ക് ശേഷം കടുങ്ങല്ലൂരിലെ ഇതാണ് അയാൾ, ഇതാണ് ആ മോഷ്ടാവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആശുപത്രിയിൽ മോഷണം നടത്തിയതിനു ശേഷം അതിവേഗം രക്ഷപ്പെടുകയാണ്. 50,000 രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. രോഗിയുടെ കൂടെ ഇരിക്കാമെന്ന രോഗിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ ആശുപത്രിയിൽ കൊണ്ടുവച്ച പണമായിരിക്കുമല്ലോ അടിച്ചുകൊണ്ട് പോകുന്നത്. 50,000 രൂപയോളം കവർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വല്ല ഓപ്പറേഷനോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വാങ്ങി വെച്ചതായിരിക്കും. അഷ്കർ അലി കരിമ്പയുണ്ട് നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, ഈ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ ആർക്കെങ്കിലും ഈ മോഷ്ടാവിനെ തിരിച്ചറിയുമെങ്കിൽ അവർ അരീക്കോട് പോലീസിനെ ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് മലപ്പുറം മൊറയൂർ സ്വദേശികളായ ഡെലിവറിക്ക് വേണ്ടി പ്രസവ ആശുപത്രി വേണ്ടി കീഴ്ശ്ശേരി കടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നത്. അവർ ഇന്നലെ ഡിസ്ചാർജ് ആവാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പാണ് അവർ അഡ്മിറ്റ് ആയിരുന്ന മുറിയിൽ നിന്നും ഇത്തരത്തിൽ പണം മോഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. രോഗി സ്കാനിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ റൂമിലേക്ക് എത്തിയ ഈ മോഷ്ടാവെന്ന് സംശയിക്കുന്നയാൾ ഈ റൂമിൽ നിന്നും 50,000 രൂപയിലധികം രൂപ കവരുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ യഥാർത്ഥത്തിൽ ഇയാൾ കവർന്നത് ഈ കൂട്ടിയിരിപ്പ്. ചെറിയ ശബ്ദത്തിന് ചെറിയ തടസ്സമുണ്ട് എനിക്ക് തോന്നുന്നു. എന്താണ് ഒരിക്കൽ കൂടി എനിക്കൊന്ന് മൈക്ക് ചേർത്ത് പിടിച്ചു പറയൂ അഷ്കർ. മൈക്കിനകത്ത് ചെറിയ ഒരു അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രസവത്തിന് വേണ്ടിയിട്ട് എത്തിയതാണ് രോഗി. കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. പക്ഷേ മുറി അടയ്ക്കാതെ പുറത്തോട്ട് പോയി. ആ സമയത്ത് ഒരു മോഷ്ടാവ് ആ മുറിക്കുള്ളിൽ കടന്ന് 50,000 രൂപ രോഗിയുടെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ആ മോഷ്ടാവിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനൊരാളെ അറിയാമെങ്കിൽ ആ വിവരം പെട്ടെന്ന് തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അറിയിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത്. 1-2 അല്ല, 50,000 രൂപയോളമാണ്. പ്രസവത്തിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന പൈസയായിരിക്കും. എന്തെങ്കിലും ഇനി വല്ല സിസേറിയനോ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ആ പൈസ എടുത്തുകൊണ്ടാണ് ഇയാൾ പോകുന്നത്. ഈ പൈസയൊക്കെ കൊണ്ടുപോയി ഇയാൾക്ക് എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിച്ച് നോക്കി. ആശുപത്രിയിൽ രോഗിയുടെ പക്കൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെയും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ മനുഷ്യർ. ഒരാശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയൊക്കെ നമ്മൾ എന്താ പറയുക? കുപ്രസിദ്ധ മോഷ്ടാവായിരിക്കും, ഇതേപോലെ മോഷണം നടത്തുന്ന ആളായിരിക്കും. ആശുപത്രികളിൽ നിന്നൊക്കെ പണം അടിച്ചു മാറ്റുന്നതിൽ വലിയ വൈദഗ്ധ്യമുള്ള ആളായിരിക്കും. വരുന്നു, ഒന്നും അറിയാത്തതുപോലെ കൂസലില്ലാതെ നേരെ വേഗത്തിലങ്ങ് നടന്നു പോവുകയാണ്. അത് CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ആശുപത്രി ആണെങ്കിലും മറ്റെവിടെയാണെങ്കിലും നിങ്ങൾ മുറിയൊക്കെ വിട്ടു പുറത്തു പോകുമ്പോൾ മുറി പൂട്ടി തന്നെ പോകാൻ ശ്രമിക്കുക. 50,000 രൂപയൊക്കെ മുറിയിൽ വെച്ചിട്ട് ആ മുറി പൂട്ടാതെ പോയതും എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ എന്തെങ്കിലും എമർജൻസി വന്നതുകൊണ്ട് പോയതായിരിക്കാം. ആശുപത്രിയിൽ മോഷണം നടക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവാൻ വഴിയില്ലല്ലോ. അഷ്കർ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഷ്കർ, എന്തായാലും പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അരീക്കോട് പോലീസ് സ്റ്റേഷനിലാണ് അറിയിക്കേണ്ടതല്ലേ? അഷ്കർ കേൾക്കാൻ കഴിയുമെങ്കിൽ ഈ ചിത്രത്തിലുള്ളവരെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അരീക്കോട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. പാവം കുടുംബത്തിലേക്കപ്പെട്ട ആൾക്കാരായിരിക്കും ഈ ആശുപത്രിയിൽ വന്നിട്ടുണ്ടാവുന്നത്. അഷ്കർ, 50,000 രൂപയാണ് പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്ന പൈസയായിരിക്കുമല്ലേ? അരുൺ, ഇന്നലെ അവർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന രോഗികളായിരുന്നു. പ്രസവത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന മൊറയൂർ സ്വദേശികളായ ആളുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആശുപത്രിയിൽ അടയ്ക്കാനുള്ള തുകയായിരുന്നു ആ 50,000 രൂപ. അത് അവർക്ക് അടയ്ക്കാൻ കഴിയാതെയാണ് ഇന്നലെ അവർ ആശുപത്രി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ അവർ അരീക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ രോഗി സ്കാനിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടിയിരിപ്പുകാരൻ പുറത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതായിരുന്നു. ഈ കൂട്ടിയിരിപ്പുകാരൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഇയാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. അപ്പോൾ ഉടനെ ചോദ്യം ചെയ്തപ്പോൾ റൂം മാറി കയറിയതാണ് എന്നുള്ളതായിരുന്നു
ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന വ്യക്തി നൽകിയ മറുപടി. തൊട്ട് പിന്നാലെ തന്നെ ഉടൻ തന്നെ റൂമിലെത്തി പരിശോധന നടത്തിയപ്പോൾ ഈ പണം 50,000 രൂപയോളം നഷ്ടപ്പെട്ടത് കൂട്ടിയിരിപ്പിയാനും സ്ഥിരീകരിക്കുകയും ഉടൻ തന്നെ മോഷ്ടാവിന് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് CCTV ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. മോഷ്ടാവ് അതിവേഗത്തിൽ അവിടെ നിന്നും കടന്നു കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്താനും സാധിച്ചില്ല. തുടർന്ന് ഈ കുടുംബം ഇപ്പോൾ അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 50,000 രൂപ നഷ്ടമായത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങളടക്കം ആണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കുടുംബം ഇപ്പോൾ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ അനുമതിയോടെ പണം അടയ്ക്കാതെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഈ പ്രതി ഉടൻ പിടികൂടി പണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും. CCTV ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസും പങ്കുവച്ചിട്ടുണ്ട്. പ്രതിയെ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തുന്നവർ അല്ലെങ്കിൽ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അരീക്കോട് പോലീസുമായി ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ കീഴ്ശ്ശേരി കടുങ്ങല്ലൂരിലുള്ള മേലെപ്പുറയ്ക്കൽ എന്ന് പറയുന്ന ആശുപത്രിയിലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇയാളെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അരീക്കോട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ ഏതെങ്കിലും റിപ്പോർട്ടർമാരുമായിട്ടോ ബന്ധപ്പെടാൻ ശ്രമിക്കുക. 50,000 രൂപയുമായി ഒരു ആശുപത്രിയിൽ നിന്ന് കടന്നു കളഞ്ഞിരിക്കുന്ന ഒരു മോഷ്ടാവിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.